തലസ്ഥാനത്തും ഓണത്തിരക്ക് ഏറുകയാണ്. പഴവങ്ങാടിയിൽ നിന്നും ചന്തു എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജീന, അക്ഷരാർത്ഥത്തിൽ ഉത്രാടപ്പാച്ചിൽ തന്നെയാണ് നഗരം, തിരുവനന്തപുരം നഗരം. പ്രത്യേകിച്ചും നമ്മുടെ ഈ പഴവങ്ങാടി കിഴക്കോട്ട വീതികളിലെ ജനത്തിരക്ക് തന്നെയാണ്, ജനസാഗരം തന്നെയാണ്. കാരണം ഉത്രാടപ്പാച്ചിലെന്ന് നാം പറയുന്നതാണ്. ഇന്നത്തെ ദിവസം കെങ്കേമമാക്കിയിട്ട് വേണം നാളത്തെ തിരുവോണം സമൃദ്ധവും ഐശ്വര്യപൂർണ്ണമാക്കാൻ. അതിനുള്ള സ്വരുക്കൂട്ടുകളാണ് ഇന്ന് എല്ലാവരും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. പലയിടത്തിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പുറത്ത് ബോളിക്ക് വേണ്ടിയുള്ള ഒരു നീണ്ട നിര, അതായത് ഇന്ന് ബോളി വാങ്ങിച്ചു വെച്ചാൽ ഇന്നത്തെ സദ്യയെ മാത്രമല്ല നാളത്തെ തിരുവോണ സദ്യയും കെങ്കേമമാക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ തുണിത്തരങ്ങളാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. കാരണം കൂടുതലും ഈ വഴിയോര കച്ചവടക്കാർക്കാണ് ഇന്നത്തെ സമൃദ്ധമായ കച്ചവടം നടക്കുന്നത്. കാരണം ഈ അവസാന ദിവസം ഇന്ന് നാളെയും കൊണ്ട്, നാളെ രാവിലെയും കൊണ്ട് മാക്സിമം വിൽപ്പന നടത്തി കൂടുതൽ കച്ചവടം, അത് ചെറിയ ലാഭമെടുത്ത് കൂടുതൽ കച്ചവടം നടത്തുക എന്നുള്ള തന്ത്രം തന്നെയാണ് പലരും സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ തുണിത്തരങ്ങൾ മാത്രമല്ല, ഈ പൂക്കള്, ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെ പലതും, ചെറുകിട സാധനങ്ങൾ, അങ്ങനെ എല്ലാം വിറ്റ് പോകുന്നുണ്ട്. നമുക്ക് ഓണത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ തിരുവോണ മുണ്ട് അല്ലെങ്കിൽ തിരുവോണ തോർത്ത് എന്ന് വേണമെങ്കിൽ ഇത് തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് ഇന്നിവിടെ ഇന്നത്തെ രാത്രി വച്ച് മാവേലിയെ വരവേൽക്കാനായിട്ട് വീട്ടിൽ പൂജാമുറിയിൽ വയ്ക്കുന്ന ഒന്നാണ് സങ്കല്പം. അല്ലെ, ഇത് എന്തിനാണ് സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? മഞ്ഞ, പുളി, നാരങ്ങ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളാണ് കൊണ്ടത്, പശയൊക്കെ ചേർത്താണ് ഇത് ചെയ്യുന്നത്. അതെ, വീട്ടിൽ ഐശ്വര്യം വരും എന്നുള്ളതാണ് സങ്കല്പം. ഓണത്തിന്റെ മാത്രം പ്രത്യേകത, ഓണത്തിന്റെ മാത്രം വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരാനുള്ള ഓണത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ നമുക്ക് നിരവധി കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട്. തുണിത്തരങ്ങളാണ് കൂടുതലും പോകുന്നത്. സ്ട്രീറ്റ് തൊഴിലാളി അല്ല, സ്ട്രീറ്റ് കച്ചവടമാണ് കൂടുതലും നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അപ്പുറത്ത് പൂക്കളുടെ സമൃദ്ധമായ ഒരു ശേഖരം തന്നെ വന്നിട്ടുണ്ട്. അത് കാരണം നാളെയാണല്ലോ നമുക്ക് അത്തത്തിന്റെ അവസാന ദിവസം. അതിനുവേണ്ടി കെങ്കേമമാക്കാനുള്ള നടപടികളെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ പലരും ഐശ്വര്യപൂർണ്ണമായിട്ട് വസ്ത്രങ്ങൾ, പുതുവസ്ത്രങ്ങൾ ധരിച്ച് തന്നെയാണ് ഇന്ന് ഉത്രാട ദിവസം ഓണത്തിന്, അതായത് ഓണത്തെ വരവേൽക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഈ തെരുവ് കച്ചവടക്കാരെ ഇന്ന് ഉത്സാഹത്തിലാണ്. കാരണം കഴിഞ്ഞ പല ഓണ സമയങ്ങളിലും, അതായത് നമുക്ക് കോവിഡ് കഴിഞ്ഞു, അതിനുശേഷം പ്രളയം, അതിനുശേഷം വയനാട് ദുരിതം, അങ്ങനെയൊക്കെ വന്നു. പക്ഷെ ഇപ്രാവശ്യം ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ തന്നെയാണ് ജനജീവിതത്തിൽ. കാരണം ഓണം ഒരു മാസത്തിന്റെ ആദ്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉത്സവത്തെയും ശമ്പളവും എല്ലാം സമയത്ത് കിട്ടി. അപ്പം നമുക്ക് പർച്ചേസൊക്കെ നടത്തി ഓണം കെങ്കേമമാക്കാനുള്ള ഒരു തത്രപ്പാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാവിലെ മുതൽ തന്നെ ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്ന് കയറുന്നത്. നമുക്ക് ഈ മോളോട് ചോദിക്കാം, മോളെ എങ്ങനെയുണ്ട് ഓണാഘോഷം പോവാണ്? എവിടെ പോവാണ്? അമ്പലത്തിൽ പോകുന്നു. എന്താ ഇന്ന് സദ്യ കൊണ്ട് വീട്ടില്? സദ്യ കൊണ്ട് നടത്തും. അപ്പം ഓണം കാണാൻ ഇറങ്ങിയതാണോ അതോ പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണോ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത്തരത്തിലാണ്. അതായത് പർച്ചേസും അതിനോടൊപ്പം നടക്കുന്നുണ്ട്, ക്ഷേത്ര ദർശനവും നടക്കുന്നുണ്ട്. അപ്പം ഓണം ഒരു കുടുംബസമേതം ഇറങ്ങി അവരെങ്ങനെ കെങ്കേമമാക്കാനുള്ള ഒരു തത്രപ്പാട് തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഉത്രാട ദിനം കെങ്കേമമാകുന്നത് അനുസരിച്ചായിരിക്കും നാളത്തെ തിരുവോണം എത്രമാത്രം സമൃദ്ധവും ഐശ്വര്യമായിരിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ജീന, ശരി, തലസ്ഥാന നഗരിയിലെ ഓണത്തിരക്ക് ഏറുകയാണ്. ചന്തു എസ് നായരാണ് വിവരങ്ങൾ നൽകിയത്.